ഹലോ ഗൈസ്, വന്നോടുത്ത് ദേശീയ ഫുഡായി മാറിയിരിക്കുകയാണ് ചാള. എപ്പം മീൻ വാങ്ങിച്ചാലും ചാളയായിട്ട് എനിക്ക് കിട്ടാറുള്ളത്. പിന്നെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോഴാട്ടോ മാവിൽ കുറച്ച് മാങ്ങ തൂങ്ങിക്കിടക്കുന്നുണ്ടത്. അതിൽ 2 മാങ്ങ ഇങ്ങോട്ട് പൊട്ടിച്ചു കേട്ടോ. ഒടുക്കത്ത പൊളിയായിരുന്നേ. പിന്നെ തക്കാളി തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ചാള പച്ചയാണെന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് അപ്പുറത്തെ വീട്ടിലെത്താൻ എനിക്ക് ഈ ചാളനെക്കുറിച്ച് പോയിട്ട് മീനിനെക്കുറിച്ച് ഒരു ABCD പോലും അറിയാത്ത എൻ്റെ അടുത്ത് തന്നെ കേട്ടോ ചോദിക്കുന്നത് ചാള പച്ചയാണെന്ന്. എങ്ങനെയൊക്കെ ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ടേ. അങ്ങനെ വേഗം അരപ്പൊക്കെ കലക്കി ഇത് അടപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു അബദ്ധം പറ്റിയത്. ഇത്രയും മീനിൽ ഞാൻ ഉപ്പും കായം തേക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. വറുക്കാനുള്ള മീൻ ഞാൻ അപ്പുറത്താണ് വെച്ചത്, ഇപ്പം കുളമായാനേ. അപ്പോൾ ഇതാ ഉപ്പും കായമൊക്കെ തേച്ചൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. സമയമായിട്ടില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. സമയമാകുമ്പോൾ എടുത്ത് നമുക്ക് പൊരിക്കാമല്ലോ. അപ്പോൾ ഇതാ ഉപ്പും കായമൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് മക്കളെ ഞാനൊരു കാര്യം ഓർത്തത്. ഇന്ന് അരി ഇട്ടിട്ടില്ല. എന്ത് ചെയ്യാനാ, വേഗം തന്നെ അരിയൊക്കെ നല്ലോണം ഒന്ന് കഴുകിയാക്കി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷവും സങ്കടമൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പറ്റിപ്പോയില്ലേ. എപ്പോഴും എൻ്റെ പണിയാട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് വെക്കാൻ മറന്നു കേട്ടോ. വേഗം എൻ്റെ കുളിയൊക്കെ ഒന്ന് കഴിച്ചിട്ടോ. കറികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ചോറുണ്ട് കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെടുത്ത് തിന്നാൻ നിർത്തും. പിന്നെ കുളി കഴിഞ്ഞാൽ മസ്റ്റാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇല്ലാത്ത ജീവിതമേ ഇല്ല മക്കളെ. നമുക്ക് ഇതാ ലിപ്സ്റ്റിക് ഇട്ട് കുറച്ച് ടാൽക്കം പൗഡറും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ട് ഒരുങ്ങി ഞാൻ എങ്ങോട്ടൊക്കെയല്ലാട്ടോ പോകുന്നത്, കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങാനാട്ടോ. അപ്പോഴത്തേക്കും ചോറ് കഴിക്കാമല്ലോ എണീറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ പൗഡറൊക്കെ ഇട്ട് ഞാനൊന്ന് സുന്ദരി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ.